വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പണ്ടത്തെ കാര്യങ്ങളെ പറ്റി കേൾക്കാൻ പോണേ. അസ്സലാമു അലൈക്കും മക്കളെ, ഞാനിതൊരു കഥ പറയാൻ പോവുകയാണ്. കഥ പണ്ടത്തെ കഥയൊന്നും ഇപ്പോഴത്തെ കഥ ഒന്നുമല്ല. പണ്ടത്തെ കഥയൊക്കെ കേട്ടാൽ നിങ്ങൾ എന്താണ് പണ്ട് കാര്യങ്ങൾ ഇത് തിരുവിതാംകൂർ രാജാവിൻ്റെ കാലത്തുള്ള കഥയാണ്. അന്ന് ഞങ്ങൾ ചെറുപ്പമാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾ വീടിൻ്റെ 4 പുറവും തോട്, പാടം, കണ്ടം, പുഴ ഇതൊക്കെയാണ്. അതിൽ മീൻ, കക്കയും എടുക്കാൻ പോയാലൊന്നും പറയണ്ട, ഒരേ കൊട്ടേനെ ചുവന്ന് കൊണ്ടുവരിക. മീനൊക്കെ ഇങ്ങനെ ഈ ഊത്തിൽ കയറിയിട്ട് മഴക്കാലത്ത് ഊത്തിൽ കയറിയാൽ എന്തെന്ത് മീനുകളാണ്. മീൻ, ഏട്ട, വിരാല്, തൂളി ഇതൊക്കെ ഞങ്ങൾ വെട്ടുകൊത്തി കൊണ്ടുപോയി കത്തിയൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇതിൻ്റെ തലയൊക്കെ വെട്ടിയിട്ട് അപ്പോൾ ഇത് പെടയും, അല്ലെങ്കിൽ ഓടുകയെ 2 മിനിറ്റൊക്കെ കണ്ട് ഓടിപ്പോയി അവിടുന്ന് പിടിക്കാനായി കണ്ടത്തിലൊക്കെ. അപ്പോൾ ഈ കാലടിയിലും കാലിങ്ങനെ ചവിട്ടി അടിയൊക്കെ ഉണ്ടാവും ചെളിയിൽ. അതിലൊക്കെ പടിയും കിഴക്കൊക്കെ വെട്ടി പിടിച്ചൊക്കെ കൊണ്ടുവരും. കുറേ കൊണ്ടുവരും. വലിയ കുടമാണ് കൊണ്ടുവരും, മൺകുടം. അത് വലിയ മൺകുടത്തിൽ ഒരേ കുടമൊക്കെ കിട്ടും. അത് കൊണ്ടുവന്ന് വെച്ച് വീടുന്നൊന്നും പറയില്ല, അന്ന് കുടിയെന്നേ പറയുള്ളൂ. കുടിയിലേക്ക് കൊണ്ടുവന്നിട്ട് മിറ്റൊക്കെ ഇത് മുറിച്ച് കഴുകി ഒക്കെ വെക്കണത്. എന്നിട്ട് എന്തെല്ലാം മസാല ഇറക്കി വെച്ചിട്ട് എന്തിനാ വയലൊക്കെ കൊള്ളില്ല. അന്ന് വെറുതെ ഉപ്പും മഞ്ഞളും മുളകും മുളകും മഞ്ഞളും ഒക്കെ അരച്ച്, പിന്നെ നല്ലോണം അരച്ച് കൊത്തമ്പാലി വറുത്തരക്കും. മല്ലിക്കാണ് കൊത്തമ്പാലി എന്ന് പറയണം. കൊത്തമ്പാലി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് തിരിയില്ല. മല്ലി കൊത്തമ്പാലിയാണ്. അത് കൂട്ടി വറുത്തരച്ച് വലിയൊരു കരത്തിലങ്ങണ്ട് കപ്പ പൊഴിങ്ങണ മാതിരി അങ്ങണ്ട് കുറേ വെള്ളം വെച്ച് വെളുക്കിയൊക്കെ വെച്ചിട്ട് പൊടിഞ്ഞ് ഉപ്പുളിയൊക്കെ ഇട്ടിട്ട്, മാങ്ങയുള്ള കാലമാണെങ്കിൽ മാങ്ങയൊക്കെ മുറിച്ച് 2 കൂളാക്കി മുറിച്ചിട്ട് അണ്ടി മാങ്ങയൊക്കെ പാടെ വലിയൊരു കലത്തിലൊരു കല കൊണ്ട് വെക്കും. ആ കലത്തിലൊരു കലം വെച്ചാൽ വലിയ ഒരേ ചട്ടിയിൽ കോരി ഇടും. ഇതൊക്കെ ഇത് കോരിയിട്ട് ഒക്കെ തിന്നും. തിന്നാലും മതിയാ. അന്നത് തിന്നാൽ എന്ത് രസമാണ്. എന്തോരം തിന്നും. ഒന്നും തിന്നാൻ പറ്റണില്ല. എനിക്കിപ്പോൾ ഒന്നും തിന്നാൻ പറ്റണില്ല. എൻ്റെ ഈ പ്രായത്തിൽ എനിക്കൊന്നിനും പറ്റണില്ല. തിന്നണവരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് അന്നല്ല കത്തുന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പുഴയിലേക്ക് ഇറങ്ങും. ഇതൊക്കെ കഴിഞ്ഞിട്ട് പുഴയിലേക്ക് ഇറങ്ങിയിട്ട് കക്ക വലിയ അവർ നോക്കിപ്പോകും. വലിയ കക്കകൾ. ആ കക്കൊക്കെ വാരി പിറക്കിയൊക്കെ എടുത്ത് വലിയ കൊട്ടുണ്ട്. വലിയ കൊട്ട. ഇന്നത്തെ കൊട്ടയല്ല കേട്ടാ. ഇന്നത്തെ കൊട്ട വേറൊരു ജാതിയാണ്, ചോറ്റുകൊട്ട എന്നൊക്കെ പറയും. ആ കൊട്ടയിൽ ഒരേ കൊട്ട കൊണ്ടുവരും. അത് കൊണ്ടുവന്ന് പുഴുങ്ങി ഞങ്ങൾ കഴുകി പുഴുങ്ങി ഇരുന്ന് ഈ കക്കട വെള്ളം ഉണ്ടല്ലേ, ഈ കക്കട വെള്ളത്തിൽ മാങ്ങ പുഴുങ്ങും. മാങ്ങ എന്നിട്ടങ്ങോട്ട് പുഴുങ്ങിയിട്ട് ഈ കക്കൊക്കെ പിറക്കി തിന്നും. വെറുതെ നല്ലോണം പുഴുങ്ങി വേവിച്ചേ പിറക്കി തിന്നും. വയറ് നിറയും. പിന്നെ ഈ കക്കട വെള്ളം ഉണ്ടല്ലോ, അത് ഈ മാങ്ങ ഒക്കെ തിരുമ്പി ഉപ്പും മുളകും ഒക്കെ ഇട്ട്, ഉപ്പിടില്ല, വെള്ളത്തിന് ഉപ്പാടല്ല, അപ്പം ഉപ്പിടില്ല. പുളി മാങ്ങയും മുളകും ഒക്കെ തിരുമ്പിയിട്ട് ഈ വെള്ളവും കുടിക്കും, ഈ കക്കയും തിന്നും. വയറ് നിറയും. അങ്ങനത്തെ കാലഘട്ടങ്ങളായിരുന്നു ആ കാലത്ത്. ബസ്സുമിറ്റില്ല, ഒരു കാറില്ല, ഒരു സൈക്കിളില്ല, ഒരു വണ്ടിയില്ല, ഒന്നുമില്ല. ആകാനുള്ളത് ഈ കെട്ടുവെള്ളം മഞ്ചി, ചെറുമഞ്ചി. അന്നത്തെ കല്യാണത്തിനൊക്കെ പുതിയാപ്പിളയും എണ്ണിനൊക്കെ തേട്ടത്തിന് പോണത് ഈ മഞ്ചിയിലാണ്. ദൂരക്കാണെങ്കിൽ അല്ലെങ്കിൽ നടന്ന് പോകണം. ഇത് പകലൊന്നുമല്ല കല്യാണം രാത്രിയാണ്. ആ രാത്രി കല്യാണം. ആ കല്യാണം വെട്ടലൊന്നുവെച്ച് വിളക്ക് തലയിലിങ്ങനെ ചുവന്നിട്ടാണ് പോവുക. ആ കല്യാണത്തിന് പോകും. പിന്നെ അങ്ങനെ ആണ്. പിന്നെ പാടത്തൊക്കെ ഇറങ്ങിയാൽ, ഈ പാണ്ടിപ്പാടത്ത് ഇറങ്ങിയാൽ നെല്ലെന്ന് പറയും. ആ നെല്ലൊക്കെ ഇങ്ങനെ
കൊയ്തിട്ട് അതിൻ്റെ കടയൊക്കെ നിൽക്കുമ്പോൾ ഈ പാടത്ത് കടയൊക്കെ പടുമുള പൊട്ടും. പടുമുള പൊട്ടി ഇട്ട് ഇങ്ങനെ കതരായിട്ട് വിളഞ്ഞിങ്ങനെ നിൽക്കും. അപ്പോൾ ഞങ്ങൾ കുട്ടികൾ 5-6 ആൾക്കാരുണ്ടാവും ഒക്കെ പാടെ ഈ പാടത്തേക്ക് അവൻ്റെ ഇറങ്ങും. പാടത്തേക്ക് ഇറങ്ങിയാലുണ്ടല്ല ഈ കതര് ഒക്കെ വലിച്ച് പൊട്ടിച്ച് ഒരേ കെട്ടായിട്ട് വരും. അന്ന് ചെറ്റപ്പരയാണ് കേട്ടാ. ഓടും വരെയില്ല, ചുമരും വരെയില്ല, കല്ലും വരെയില്ല, ഒന്നുമില്ല. ഈ എല്ലാ സ്ഥലവും സകല സ്ഥലത്തും ചുമരും വര ഓലപ്പരയാണ്. ഓലപ്പര ഓല കൊണ്ട് കെട്ടി വെച്ചാണ്. ചെറ്റ മറക്കും, പെര കെട്ടു, വാതിലുണ്ടാക്കണത് ഒക്കെ ഇതാണ് പെരയാണ്. പിന്നെ പനമ്പും വെച്ചുണ്ടാക്കും. പനമ്പൊക്കെ മിറ്റൊക്കെ വെച്ചാണ്. ഇപ്പം കാശും മിറ്റൊക്കെ അധികം ഉള്ളവരാണെങ്കിൽ പനമ്പണ്ട് അടിക്കുമ്പോൾ അപ്പം കാശൊന്നും ഇല്ല. കാശില്ലാത്തവർ ഈ ചെറ്റപ്പരയിൽ പേടിയൊന്നുമില്ല. ഒന്ന് ആരെ പേടിക്കുന്നത്? ലൈറ്റില്ല, ഒന്നുമില്ല. ഈ വയലാണ് കുറുടയിലെന്ന് പറഞ്ഞൊരു സാധനമാണ്. അതാണ് ഈ പാട്ടവയ്ക്കൽ വെച്ച് കത്തിക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ പുഴുങ്ങി തിന്ന് വെള്ളവും കുടിച്ച് ഒക്കെ കിടക്കും. അങ്ങനെ എന്തോരം ജീവിക്കും. ഇത്തരം കാലങ്ങൾ അങ്ങനെയൊക്കെ പോയി. ഇന്നത്തെ കാലത്ത് ഇന്ന് എന്തെല്ലാം ഒരു കറി വെക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ചേർത്തിയിട്ടാണ് ആ കറി വെക്കണത്. ഒന്നിനും കൊള്ളില്ല, വായിൽ വെക്കാൻ കൊള്ളില്ല. ഇത് വെറുതെ ഉപ്പും മുളകും ഇട്ട് അരച്ച് വെച്ച് വെക്കുന്നതിന് ഉള്ള രസം എന്താണ്? അന്നത്തെ ജീവിതവും അന്നത്തെ കാലവും ആണ് നല്ലത്. ഇന്നത്തെ കാലവും ജീവിതവും ഒന്നും ശരിയല്ല.